ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറച്ച് നാളായില്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ? രാവിലെ തന്നെ ഞാൻ എണീച്ച് നിസ്കരിച്ച് മദേഴ്സിലൊക്കെ പോയി വന്നിട്ടാണ് ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു മുട്ട ഓംലേറ്റ് ചെയ്തിട്ട് ചായയും കൂടി കഴിച്ചു. അങ്ങനെയാണ്. ഇനി ഞാൻ എൻ്റെ വീട്ടിലൊരു ചിക്കുവിൻ്റെ മരമുണ്ട്, അവിടെ പോയി കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് പണി പാളിപ്പോയി. ഇനി ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് പറഞ്ഞ് എൻ്റെ റൂമിലോട്ട് വന്നു. ടു ഡു ലിസ്റ്റ് എഴുതാൻ കേട്ടോ. എനിക്കിപ്പോൾ ഈ ടു ഡു ലിസ്റ്റൊക്കെ എഴുതുമ്പോഴത്തേക്കിൽ പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയാവണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രീന് ഹൈലൈറ്റർ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാനത് മതിലിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിൻ്റെ സ്റ്റഡി ടേബിൾ ആകെ ഒരു അലങ്കോലമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കണ്ടു ഗൈസ്, ഞാനൊരു ബോട്ടിലാട്ടിന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ കറകളൊക്കെ ഇങ്ങനെ ടേബിളിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടേബിളിനൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ബെഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു 2 സാധനം വെച്ചിട്ടാണ് ഈ ക്ലീൻ ചെയ്തത്. നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾഡ് ഫോട്ടോ ആണ് കേട്ടോ. അത് ആ ഓൾഡ് ഫോട്ടോ ആണ്. പിന്നെ ഞാൻ ബുക്ക് ഹോൾഡറും ഫ്രെയിമും എൻ്റെ ആ ഒരു പെൻ ഹോൾഡറൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ സെൽഫ് കെയർ ജാറൊക്കെ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അവിടെ ഫുള്ളായിട്ട്. ഇപ്പോൾ നല്ല പുതിയൊരു ടേബിൾ പോലെ ആയിട്ടുണ്ട്. ഫുള്ള് കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ടേബിളിൽ. മണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കറക്റ്റായി കേട്ടോ. പിന്നെ ഞാൻ ജനാലൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. അപ്പോൾ നല്ല വെളിച്ചമുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പോസ്റ്റർ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആ പോസ്റ്ററൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഇന്നലെ ഇട്ട ഷോർട്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു മേലെ വെക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റ് നനക്കാട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അവിടെ ഇല്ലാത്തത്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പിരിക്കുന്നത്. പിന്നെ ഞാൻ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് ജേർണലാണ്. ഒരു ബ്രൗൺ പേപ്പർ ഇതേപോലെ ഇങ്ങനെ കയറി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ ഉള്ളൊരു സ്റ്റിക്കർ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സെൻറ്റൻസോ കോട്ടോ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. ഞാനിവിടെ ഈ ഒരു തോട്ടാണ് എഴുതിയിട്ടുള്ളത്. സെൽഫ് കെയറിനെ കുറിച്ചിട്ട് ഒരു തോട്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഈ മോർണിംഗ് തന്നെ ജേർണൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഒരു റിലാക്സ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ജേർണൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ടൈം എഴുതി കൊടുക്കുകയാണ്. പിന്നെയുള്ള പരിപാടി റൂമിൽ നല്ലോണം കാട്ടം ഉണ്ടായിരുന്നു. കാട്ടം മീൻസ് അലങ്കോലായിരിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഒരു ഡെയറി മിൽക്ക് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ തേങ്ങ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. തെങ്ങിന്ന് തേങ്ങ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ തേങ്ങ വീഴുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല ബ്ലൂ ആകാശമായിരുന്നു. ഇന്ന് അത്ര ക്ലൗഡ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു മീഷോന്ന്, ഈ ഒരു ഫ്രെയിം. ഇതിൽ 4 ഫ്രെയിം ഉണ്ട്. 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഫ്രെയിമൊക്കെ ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ബാൾ പോസ്റ്റർ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഒരു ടുലിപ്പിൻ്റെ പിക്ചർ. ആ ഒരു ടുലിപ്പിൻ്റെ പിക്ചർ ഞാൻ അവിടെ നിന്ന് കീറിയെടുത്തിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസിൽ ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ്ലി ഇത് എപ്പോഴോ എടുത്ത വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ് ഗൈസ്. എനിക്ക് വോയിസ് ഓവർ എടുക്കാനാണ് അതിനേക്കാളും മടി. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും, അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തത്. കുറേ നേരം സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ എന്തോ പോലെ ആകുന്നുണ്ട്. ബട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയൊരു ചെടിയാണ്, പ്ലാന്റാണ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. ഇതിൽ ഫുള്ളും ഇല്ല. എൻ്റെ ഈ ഒരു ഫ്ലവറല്ല, ഒരു പ്ലാന്റിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു പകുതി. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതിലുണ്ടായിരുന്ന ആ പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമല്ലോ.
അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു ചോക്കോബാർ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ടു ഡു ലിസ്റ്റിൻ്റെ അവിടെയൊക്കെ ടിക്കിടാണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ടിക്കിടാണ്. ഇത് ഇന്നത്തെ ടു ഡു ലിസ്റ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയൊരു പോപ്പറാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ആക്ച്വലി ഞാൻ മറന്നുപോയി. എന്നാലും സംഭവം പൊടിയാണ്. വാൾപേപ്പറിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ ഒരു ജാറിന്ന് ഞാനൊരു എടുക്കാണ്. മൂഡ് ട്രാക്കറാണ് കിട്ടിയത്. എനിക്ക് മൂഡ് ട്രാക്കർ ചെയ്യാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒന്നും എടുക്കുകയാണ്. ഇതിൽ ഡ്രോയിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രോയിങ് ഞാൻ വരച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരു കാറ് വരച്ച് ഡ്രോയിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതുണ്ടാക്കിയത് ഞാൻ കാണിച്ചു കൊടുക്കാണ്. ജസ്റ്റ് ഞാൻ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റാർസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ വരുന്നുണ്ട് സ്റ്റാർസിൻ്റെ. ഞാൻ ഇങ്ങനെ കാണാനൊരു ഭംഗിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാറിനും കൂടി ഇങ്ങനെ ഒരു കളർ ചെയ്യാണ്. എനിക്ക് കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഹൈലൈറ്റ് വെച്ചിട്ട് കുറച്ച് മെലക്ക് പണി ഇങ്ങനെ ചെയ്യുകയാണ്. ക്യൂട്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണും മുക്കൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ആ സംഭവം എന്തായാലും ക്യൂട്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ചോക്കോ ബാർ എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മിറർ ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യുകയാണ്. ഇതിൽ ഭയങ്കര പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, അഴക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടിഷ്യൂ ഒക്കെ എടുത്തിട്ട്. പിന്നെ ഒരു കാലിഗ്രാഫി ചെയ്തതുണ്ടായിരുന്നു, അപ്പോൾ അതിലും നിറയെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് മതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ആണിങ്ങനെ ക്ലീൻ ചെയ്യാറ്. ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇതും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ റൂമിൽ തൂക്കിയിടണം എന്നാണ് വിചാരിക്കുന്നത്. എനിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ജനലൊക്കെ തുറന്ന് അതിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എളുപ്പപ്പണിക്ക് പോയാൽ പിന്നെ എന്തായാലും നല്ലൊരു പണി കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു പെൻ പാൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൻ പാൽ ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ അതിങ്ങനെ ഓപ്പൺ ചെയ്യാണ്. പിന്നെ അതിൽ ക്വസ്റ്റ്യൻസും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്, കുറച്ച് ഷാർപ്നർ, എറേസർ, പേപ്പർ സോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കേഴ്സ് ആയിരുന്നു. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഒരു 2 വാഷി ടാപ്പിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ലെറ്റർ ഞാൻ പേഴ്സണൽ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് കാണിക്കുന്നില്ല. പിന്നെ ഇതേപോലെയുള്ളൊരു സ്റ്റിക്കർ, പാറ്റേൺ പേപ്പർ, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വാഷി ടാപ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു ഐഡിയ ആണല്ലേ, ഈ പെൻ പാലൊക്കെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കിൽ. പിന്നെ അതിൽ ഇങ്ങനെ ഒരു കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ഇതേപോലെ 2 വിധം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നെ പേപ്പർ സോപ്പാണ്, ബ്ലൂ ആൻഡ് പേർപ്പിൾ തീമിലുള്ള 2 പേപ്പർ സോപ്പാണ്. ഇതിൽ കുറേ പേപ്പർ സോപ്പിൻ്റെ ഇതുണ്ട് കേട്ടോ. പിന്നെ ഇതായിരുന്നു ആ ലെറ്റർ, നല്ലൊരു എൻവലപ്പിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ പോയതിന് ശേഷം ഞാൻ അവിടെ ഫുള്ളായിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഷെൽസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവറൊക്കെ ഞാൻ പറിച്ചിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പോകുമ്പോൾ ഷാഡോയിൽ ഫോട്ടോ എടുത്തു. പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് 50 കിലോ സ്ട്രോബെറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്ട്രോബെറി കഴിച്ചു. നല്ല പുളിയായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. അത്ര നടന്നതിൻ്റെ ക്ഷീണമാണ്. പിന്നെ ഞാൻ ബാക്കി വരുന്ന കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണുന്നില്ലേ, ASMR വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. സാരില്ല, ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ഷേക്ക് അടിച്ചതാണ്. ഫസ്റ്റ് സ്മൂത്തി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ വെച്ചതാണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് വീണുപോയി, നല്ല കട്ടിയുണ്ടായിരുന്നു, അത് മറന്നുപോയി. പിന്നെ ആദ്യം ഷേക്ക് അടിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ കുടിച്ചു. നല്ല ഭംഗിയിൽ ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ വെച്ച് കാണുമ്പോഴത്തേക്ക് അടുത്തത് ഗോ ടു സ്റ്റഡി ആയിരുന്നു. അങ്ങനെ സ്റ്റഡി ചെയ്യാൻ പോകണം കേട്ടോ. ബേസിക് സയൻസിൽ ഈ ഒരു ചാപ്റ്റർ ഞങ്ങൾക്കെത്തി. എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് സ്റ്റുഡൻസും 7th സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എവിടേക്ക് എത്തിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ലാസ്റ്റ് ആണ് എക്സാം വരുന്നത്. ഈ ഒരു മന്ത് ലാസ്റ്റ് ആയിരിക്കും എക്സാം. അങ്ങനെ ഞാൻ ഈ ഒരു പോർഷൻസൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്.
ഇതേപോലെ ഇത് ഓൺലൈൻ ക്ലാസ് അല്ല, യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു ബേസിക് സയൻസിൽ തന്നെ. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് ബേസിക് സയൻസ്. എനിക്ക് മാർക്ക് കുറയുന്ന സബ്ജക്റ്റും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എഴുതാതിരിക്കുമ്പോഴത്തേക്കാണ് പെന്നിൽ ഇങ്ക് വരാത്തത്. പിന്നെ എങ്ങനെയൊക്കെ ഇങ്ക് വരച്ച് ഞാൻ എഴുതി. അങ്ങനെ ആ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ വീട്ടിൽ ഇന്ന് ബ്രോസ്റ്റഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രി. അങ്ങനെ ആ ബ്രോസ്റ്റഡൊക്കെ കഴിച്ചിട്ടാണ് ഇന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.